Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ രീതിയിൽ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാകത്തില്ല. ഒരു നാടൻ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നല്ലൊരു പെരണ്ട പരുവത്തിലാണ് ഈ ചിക്കൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ, ഇത് എല്ലോട് കൂടിയ ചിക്കൻ ആട്ടോ. ആദ്യമേ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ചെറിയ ഉള്ളി ചതച്ചെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഇത് ചതച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. 10 വെളുത്തുള്ളി ചതച്ചത്, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ. പെരിഞ്ജീരകവും കുരുമുളകും ചതച്ചെടുക്കണം. അത് മിക്സിയിലിട്ട് അടിക്കേണ്ട, നമ്മൾ കലയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിയേണ്ട. ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് ഇതൊക്കെ ചേർക്കാം. ഉള്ളി ചേർക്കാം, ഇഞ്ചി വെളുത്തുള്ളി, കുരുമുളകും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കാം. അപ്പോൾ അത് ഫൈനായിട്ട് പൊടിയേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അത് ഇതിലേക്ക് ചേർക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് അല്ലാണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നാരങ്ങ ചേർത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, പിന്നെ ചിക്കനിലും കുറച്ച് വെള്ളമൊക്കെ കാണും, നമ്മൾ കഴുകിയെടുത്തല്ലേ. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് ഇതൊന്നിട്ട് ഒന്ന് പരട്ടിയെടുത്ത് വെച്ചാൽ മതി. ഇത് കണക്കെയാണ് നമുക്ക് പരട്ടിയെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക്, ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കണം. ഇത് ഫ്രിഡ്ജിലേക്കാണ് മാറ്റി വെക്കേണ്ടത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. 1.5 സവാളയാണ് എടുത്തേക്കുന്നത്. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളിയാണ്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അതിനായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ ആദ്യമേ ചിക്കനിൽ കുറച്ച് പൊടികൾ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇനി കുറച്ച് കൂടെ ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ സവാളയ്ക്ക് മാത്രമുള്ള പൊടികൾ ചേർത്ത് വെച്ചാൽ മതി. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടി മൂത്തിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേർത്തേക്കുന്ന സവാള അതിൽ പെരണ്ട് വരുന്ന രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഒന്നുകൂടെ ഇളക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല. വെള്ളം ചേർക്കാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അതിങ്ങനെ ചെറിയ ഫ്ലെയിമിലേക്ക് ഇടുമ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ആ ചിക്കൻ്റെ വെള്ളം കൊണ്ട് ഇത് വേകുന്നതാട്ടോ ടേസ്റ്റ് കൂടുതലും. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. എന്തായി നോക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിരിക്കുക. അപ്പോൾ നമ്മൾ തക്കാളി, നാരങ്ങ ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട്
ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് വറ്റിയിട്ട് ചിക്കൻ ഒന്ന് പെരണ്ട പരുവത്തിൽ വരണം. നാരങ്ങ ചേർത്തേക്കുന്നതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ. ഇത് വീണ്ടും അടച്ചു വെക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇപ്പോൾ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എന്തായി നോക്കാം. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്ന എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഒന്നുകൂടെ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഡ്രൈ ആക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അത് ആരും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാട്ടോ കിട്ടുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 10 കശുവണ്ടി അത് 2ആയിട്ട് പൊളിച്ചെടുത്തതാണ്. അത് എണ്ണയിലേക്ക് ഇടാം. കശുവണ്ടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കൊപ്ര കണക്കത്തെ തേങ്ങ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. അതല്ല നമ്മൾ തിരുമ്മിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ ഈ തേങ്ങ. ഇത് തേങ്ങ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ആ തേങ്ങ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. തേങ്ങ ഒന്ന് മൂത്തിട്ടുണ്ട്. ഒരു ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങി. ഇനി ഇത് മാറ്റാം. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഈ ചിക്കനിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.